ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ ഇപ്പൊ സീൻ കട്ട് ചെയ്താല് ഇലക്ട്രീഷ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ ഡോക്യുമെന്റ്സും പെൻഡ്രൈവും ഒക്കെ എടുത്ത് സിയയും ഞാനും കൂടി നേരെ സിയയുടെ ഓഫീസിലേക്ക് ചെല്ലും. എല്ലാം കറക്റ്റ് ആയിട്ടാണോ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു പെൻഡ്രൈവ് എടുത്ത് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത് നോക്കും. പെട്ടെന്ന് തന്നെ സിസ്റ്റത്തിലേക്ക് വൈറസ് കയറും. അയ്യോ, ഇതില് വൈറസ് കയറിയല്ലോ, ഇനി എന്റെ എല്ലാ ഡാറ്റാസും ലീക്ക് ആകും, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് സിയ ഒന്ന് പേടിച്ചിട്ട് അസിസ്റ്റന്റിന്റെ അടുത്ത് ടെക്നീഷ്യനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറയും. ഇത് കേൾക്കുന്ന ഞാനും, എന്തായാലും നിനക്കിപ്പോ ഒരു ഡിന്നർ ഉള്ളതല്ലേ, എന്തായാലും നീ അങ്ങോട്ടേക്ക് പോയിക്കോ, ഇവിടെയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാന്ന് പറയും. അങ്ങനെ ഇവനെ വിശ്വസിച്ച് സിയ നേരെ അങ്കിളിന്റെ അടുത്തേക്ക് ചെല്ലും. അങ്കിൾ ആണെങ്കിലോ, എവിടെ നിന്റെ ബോയ് ഫ്രണ്ട് എന്ന് ഇങ്ങനെ ചോദിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തായാലും അധികം വൈകാണ്ട് ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയും. ഓ, എന്തായാലും നിന്റെ ബോയ് ഫ്രണ്ടിന് ഞങ്ങളെയൊക്കെ ഫേസ് ചെയ്യാനായിട്ട് മടി കാണും, അതുകൊണ്ട് ഏതെങ്കിലും മൂലക്ക് മാറിയിരിക്കുമായിരിക്കും എന്ന് സിയയുടെ കസിൻ ഇങ്ങനെ പറയും. സിയക്ക് ഇത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല. എന്താ മിസ്റ്റർ സെൻ, നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ സംസാരിച്ചതാണോ ഇപ്പൊ കുഴപ്പം? നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങള് വല്ലതും ഓർമ്മയുണ്ടോ? നിന്റെയും നിന്റെ ബോയ് ഫ്രണ്ടിന്റെയും കാര്യങ്ങള് ഇപ്പൊ ഞാൻ പൊളിച്ചു തരാം, അതിനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ സിയക്ക് ഭയങ്കരമായിട്ട് പേടിയാകും. ഇനിയെങ്ങാനും ആ കിഡ്നാപ്പർ ഇവിടെ വന്ന സത്യങ്ങളെല്ലാം തുറന്നു പറയൂ, ഇവിടെ എനിക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഞാനിത് കേട്ടാ എന്ത് ചെയ്യും, ഞാനിനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കും. ആ ടൈമിനാണ് ആ കിഡ്നാപ്പറും ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ലിഫ്റ്റിലേക്ക് കയറുന്നത്. കറക്റ്റ് ആയിട്ട് ഹീറോ വന്ന അയാളെ തടുക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ആ കിഡ്നാപ്പർ നേരെ ഇവരുടെ റൂമിലേക്ക് കയറി വരും. അപ്പൊ തന്നെ സിയയുടെ കസിനും, ആ താൻ വന്നോ, ദേ ഇവളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. അയാളാണെങ്കിലോ സിയനെ ഒന്ന് നോക്കിയിട്ട്, ഏയ് ഈ പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ പെൺകുട്ടീനെ കാണുന്നതെന്ന് പറയും. ഇത് കേൾക്കുമ്പോ സിയക്ക് ആശ്വാസമാകും. ദൈവമേ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് നിൽക്കും. പക്ഷെ കസിനാണെങ്കിലോ, താനെ ഒന്നും കൂടി നോക്ക്, താൻ പറഞ്ഞ പെൺകുട്ടി ഇത് തന്നെയല്ലേ എന്ന് ചോദിക്കും. അയ്യോ സാർ, ഞാൻ പറഞ്ഞ പെൺകുട്ടി ഇതല്ല, വേറൊരു പെൺകുട്ടിയാണ്, സാർ ചിലപ്പോ തെറ്റിദ്ധരിച്ചതായിരിക്കും എന്ന് പറയും. ഇത് കേൾക്കുമ്പോ സിയാനും, എന്തായാലും എന്തെങ്കിലും തെറ്റിദ്ധാരണ സംഭവിച്ചതായിരിക്കാം, എന്തായാലും നിങ്ങൾ പോയിക്കോന്നും പറഞ്ഞിട്ട് ആ കിഡ്നാപ്പറിനെ പറഞ്ഞു വിടും. ഇതെല്ലാം കൂടി ആകുമ്പോ കസിന് വല്ലാത്ത ദേഷ്യമൊക്കെ വരും. എല്ലാവരുടെയും മുമ്പില് സിയ കാരണം അപമാനപ്പെട്ടു എന്നുള്ള ദേഷ്യത്തില് സിയ കുടിക്കുന്ന ഡ്രിങ്കില് ഏതോ ഒരു പൊടി കലക്കി വെക്കും. ഇതാണെങ്കിലോ അങ്ങോട്ടേക്ക് വരുന്ന നമ്മുടെ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കും. ആ ടൈമിന് കസിനും അങ്ങോട്ടേക്ക് വന്ന്, എന്തായാലും ഞാൻ നിന്നെ പറ്റി തെറ്റിദ്ധരിച്ചതാണ്, ഞാൻ ഇനി നിന്റെ കാര്യത്തിലൊന്നും ഇടപെടില്ല, നമുക്ക് പഴയ പോലെ തന്നെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം, അതുകൊണ്ട് നീ ഈ ഡ്രിങ്ക് കുടിച്ച് എന്റെ അടുത്ത് ക്ഷമിക്കണമെന്ന് പറയും. പുള്ളിക്കാരിയാണെങ്കിലോ ഒന്ന് ആലോചിച്ച്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പഴയ പോലെ തന്നെ ഫ്രണ്ട്സ് ആവാം, പക്ഷെ എനിക്ക് ഈ ഡ്രിങ്ക് വേണ്ട, ഞാനിത് കുടിക്കില്ല എന്ന് പറയും. ഓ, അപ്പൊ നിനക്ക് ഇപ്പോഴും എന്നോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ലല്ലേ, മാറിയെങ്കിൽ മാത്രം കുടിച്ചാൽ മതി എന്ന് പറയും. ഇത് കേൾക്കുമ്പോ അങ്കിളും, ജസ്റ്റ് അതൊരു വൈൻ മാത്രമല്ലേ, എന്തായാലും അത് കുടിച്ചേക്കെന്ന് പറയും. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാണ്ട് സിയയും ആ ഡ്രിങ്ക് വാങ്ങും. ആ ടൈമിന് കറക്റ്റ് ആയിട്ട് ഞാൻ അങ്ങോട്ട് ഒരു എൻട്രി കൊടുക്കും. ഹായ്, ഞാൻ യോജിങ്, ഞാൻ സിയയുടെ ബോയ് ഫ്രണ്ട് ആണ്, എനിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വരാൻ ലേറ്റ് ആയതെന്നും പറഞ്ഞിട്ട് സിയയുടെ കയ്യിലുള്ള ആ ഒരു വൈൻ എടുത്ത് പുള്ളിക്കാരൻ വലിച്ചു കുടിക്കും. കുടിച്ചു കഴിയുമ്പോ തന്നെ ആ പൊടിയുടെ എഫക്റ്റ് ഒക്കെ കണ്ടു തുടങ്ങും. അപ്പൊ തന്നെ ഞാനും, എന്തായാലും എനിക്ക് ഇമ്പോർട്ടന്റ് വർക്ക് ഇനിയും പെൻഡിങ് ഉണ്ട്, പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്ന് എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാന്ന് വിചാരിച്ചാ വന്നത്. അപ്പോ നിങ്ങള് ഡിന്നർ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ പോവാണെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. ഞാനെന്റെ പുറകെ അങ്ങനെ സിയയും പോകും. ഞാനാണെങ്കിലോ നേരെ വീട്ടിലേക്ക് ചെന്ന ഉടനെ തന്നെ ആ ഒരു പൊടിയുടെ എഫക്റ്റില് ഡ്രസ്സൊക്കെ ഭയങ്കരമായിട്ട് വലിച്ചൊക്കെ ഊരാനായിട്ട് തുടങ്ങും. ഇത് കാണുന്ന സിയയും, എന്താ പറ്റിയത്, നിനക്ക് എന്താ പ്രോബ്ലം, എന്താണെങ്കിലും നിന്റെ അടുത്ത് പറയാനായിട്ട് പറയും. വേണ്ട, നീ എന്റെ അടുത്തേക്ക് വരണ്ട, എന്റെ കാര്യത്തിലൊന്നും ഇടപെടണ്ട, എനിക്കൊരു പ്രോബ്ലവും ഇല്ല എന്നും പറഞ്ഞ് ഞാൻ സിയനെ തള്ളിവിടും. പിന്നെ നിൽക്കാനായിട്ട് ഞാനിന് പറ്റുന്നേ ഇല്ല, ദേഹമാസകലം സ്വെറ്റ് ആവാനായിട്ട് തുടങ്ങും. അങ്ങനെ നേരെ ബാത്ടബിലേക്ക് എടുത്ത് ചാടും. ഇവന്റെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ട് അവനെ വിട്ടു പോവാനായിട്ട് സിയക്കും മനസ്സ് വരുന്നില്ല. നിനക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിച്ച് യാനിന്റെ അടുത്തേക്ക് ചെല്ലും. യാൻ അപ്പൊ തന്നെ സിയനെ വലിച്ച് ബാത്ടബിലേക്ക് ഇട്ട് ഭയങ്കരമായിട്ട് കിസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു ഘട്ടത്തിന് മേല് സിയക്കും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. പുള്ളിക്കാരിയുടെയും കൺട്രോൾ പോയി യാനെയും തിരിച്ച് കിസ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് രാവിലെ കണ്ണ് തുറന്ന് ആദ്യം എഴുന്നേൽക്കുന്നത് യാനാണ്. സിയ ഇങ്ങനെ അടുത്ത് കിടക്കുന്ന കാണുമ്പോ തന്നെ ഇന്നലെ നൈറ്റ് നടന്ന കാര്യങ്ങള് പകുതിയൊക്കെ യാനിന് ഓർമ്മ വരും.
കുറച്ച് കഴിയുമ്പോൾ സിയയും എഴുന്നേൽക്കും. സിയ എഴുന്നേറ്റ ഉടനെ തന്നെ സോറി, ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം ഞാൻ ഏറ്റെടുത്തോളാന്ന് പറയും. അപ്പൊ തന്നെ സിയയും അപ്പോ നൈറ്റ് നടന്ന കാര്യങ്ങൾ മുഴുവനായിട്ടും ഇവനൊന്നും ഓർമ്മയില്ലല്ലേ എന്നും പറഞ്ഞു നിൽക്കും. ആക്ച്വലി രണ്ടുപേരും കൺട്രോൾ വിട്ട് കിസ് ചെയ്യുമെങ്കിലും ഇത് തെറ്റാണെന്നുള്ളൊരു ചിന്ത യാനിന്റെ ഉള്ളിലേക്ക് വരും. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. ഇപ്പോ ഇതൊക്കെ ഒന്ന് ആലോചിച്ചെടുത്തിട്ട് എന്തായാലും ഇവനൊരു കാര്യവും ഓർമ്മയില്ല. അപ്പോ ഇത് വെച്ച് തന്റെ കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കണമെന്നും പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, നിനക്ക് വേണ്ടി ഇത്രയും വലിയൊരു ഹെൽപ്പ് ഞാൻ ചെയ്തതല്ലേ, അതിന്റെ നന്ദി നീ എനിക്ക് തിരിച്ച് കാട്ടിയാൽ മാത്രം മതി. എന്തായാലും നിന്നെയും കൂടി ഒരാളെ മീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പോകണമെന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് 5 ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മിസ്റ്റർ കിമ്മിനെ കാണാനായിട്ട് ഞാൻ ചെല്ലും. അവിടെയാണെങ്കിലും ഭയങ്കരമായിട്ട് തൊഴിലാളികൾ സമരമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കണ്ട് നേരെ കിമ്മിന്റെ അടുത്തേക്ക് ചെല്ലും. എന്താ ഇവിടെ പ്രോബ്ലം എന്ന് ഇങ്ങനെ ചോദിക്കും. അത് വേറൊന്നുമല്ല, ഞാൻ കുറച്ചു പേരെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടായിരുന്നു. ഇവർക്ക് പകരമായിട്ട് ഞാൻ കുറച്ച് മെഷീൻസ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചു. അതിന്റെ പ്രക്ഷോഭമാണ് നടക്കുന്നതെന്നും പറഞ്ഞ് അയാളാണെങ്കിൽ മൈൻഡ് ഒന്നും ചെയ്യാണ്ട് നടന്നു പോകും. ഇത് കാണുമ്പോൾ യാനിന് എന്തോ പോലെയാകും. ഒട്ടും ഹ്യൂമാനിറ്റി ഇല്ലാത്ത ഒരാളായിട്ട് മാറിയിട്ടുണ്ടല്ലോ ഇയാളെന്നും പറഞ്ഞ് നിൽക്കാണ്. ആക്ച്വലി 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്, അതാണ് ഇതാണെന്നും പറഞ്ഞിട്ട് അവിടെയുള്ള തൊഴിലാളികൾക്ക് 3 മാസമായിട്ട് സാലറി ഒന്നും കൊടുക്കാണ്ട് പറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോ അതിനുള്ള ഒരു സമരവും കൂടിയാണ് അവിടെ നടക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് PA വന്ന് യാനിന്റെ അടുത്ത് പറയും. എന്തായാലും 5 ഗ്രൂപ്പിന്റെ കൂടെ ഒരു കോൺട്രാക്ട് വെക്കുന്നത് ഇത്തിരി റിസ്ക് ആണെന്ന് പറയും. എന്തായാലും നമുക്കതിനെ കുറിച്ച് ആലോചിക്കാം. പിന്നെ അവിടെയുള്ള തൊഴിലാളികളുടെ അടുത്ത് കൂടി ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണമെന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് വർക്കൊക്കെ കഴിഞ്ഞ് സിയയും സിയാനും കൂടിയിട്ട് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പൊ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട്. സിയാനാണെങ്കിലും ഒരു കൊടയൊക്കെ പിടിച്ച് എന്തായാലും നിന്നെ ഞാൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാന്ന് പറയും. അതൊന്നും വേണ്ട, എന്റെ ബോയ് ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാനായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇനി എപ്പോഴാ വരുന്നത്? ഇനി നീ അവനെ വെയിറ്റ് ചെയ്ത് നിന്നാല് നാളെ രാവിലെയേ വീട്ടിലെത്തുള്ളൂ. അതുകൊണ്ട് വാ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാന്നും പറഞ്ഞ് സിയാൻ ഭയങ്കരമായിട്ട് സിയനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിന് കറക്റ്റ് ആയിട്ട് ഹീറോ അങ്ങോട്ടേക്ക് സ്റ്റൈലായിട്ട് നടന്നു വരും. ഞാൻ ലേറ്റ് ആയി പോയോ ബേബി? ഏയ് ലേറ്റ് ആയില്ല, ഞാനിപ്പോ വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറയും. എന്നാ വാ നമുക്ക് പോവാന്നും പറഞ്ഞ് ഹീറോ അവന്റെ കോട്ടൊക്കെ സിയയുടെ മേത്തൊക്കെ ഇട്ട് അവളെ സേഫ് ആയിട്ട് കൂട്ടിക്കൊണ്ടു പോകും. ഇത് കാണുമ്പോൾ സിയാന്റെ ചെവിട്ടിൽ നിന്ന് പുക വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, നന്നായിട്ട് വയറ് എരിയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി നേരെ വീട്ടിലേക്ക് എത്തും. അല്ല, നീ എന്തിനാണ് കറക്റ്റ് ടൈമിന് എന്നെ പിക്ക് ചെയ്യാനായിട്ട് അവിടെ വന്നേന്ന് ചോദിക്കും. ഏയ് ഞാൻ നിന്നെ പിക്ക് ചെയ്യാനായിട്ടൊന്നും വന്നതല്ല, ഞാൻ ജസ്റ്റ് അതിലേ കൂടി നടന്നു പോയപ്പോ നീ സിയാന്റെ കൂടെ നിൽക്കുന്നത് കണ്ടു. പിന്നെ അവന്റെ മുമ്പില് നിന്റെ വില കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒന്ന് വന്നതാന്ന് പറയും. ഇത് കേട്ട് സിയയും ക്യൂട്ടായിട്ടൊന്ന് ചിരിക്കും. ആ ടൈമിന് പിയുടെ അടുത്ത് നിന്നും കോള് വരും. ഇപ്പൊ പുറത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്യുമല്ലേ, നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിരുന്ന വെയർ ഹൗസിലേക്ക് മഴ കാരണം ഒരുപാട് വെള്ളം കയറി, എല്ലാ ക്ലോത്തും നനഞ്ഞു പോയിട്ടുണ്ട്. അതിന് നെക്സ്റ്റ് ഡേ ഉണക്കി അത് സെയിൽ ചെയ്യാൻ നിന്നാ നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ സിയക്ക് പേടിയാകും. എന്തായാലും നീ അവിടെ നിൽക്ക്, ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാന്നും പറഞ്ഞ് നടക്കും. ആ ടൈമിന് ഞാൻ വന്ന് സ്റ്റോപ്പ് ചെയ്യും. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് നീ പോയിട്ട് കുക്കീസ് ഉണ്ടാക്കി താന്ന് പറയും. എന്താ നീ കാണിക്കുന്നത്? ഞാൻ അർജന്റായിട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ, അത് നിനക്ക് മനസ്സിലാവുന്നില്ലേ നീനെ ചോദിക്കും. നിനക്ക് അർജന്റ് ആയാലും ശരി അർജന്റ് ആയില്ലേലും ശരി, ഞാൻ തന്ന എഗ്രിമെന്റ് പേപ്പറിൽ എനിക്ക് വിശക്കുമ്പോഴൊക്കെ നിന്റെ കൈ കൊണ്ട് ഫുഡ് ഉണ്ടാക്കി തരണമെന്ന് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, അത് നീ മറന്നു പോയോ നീനെ ചോദിക്കും. പിന്നെ വേറെ നിവൃത്തിയില്ലാണ്ട് യാനിനെയും ചീത്ത പറഞ്ഞ് സിയ കുക്കീസ് ഉണ്ടാക്കാനായിട്ട് അകത്തേക്ക് പോകും. ആ ടൈമിന് ഹീറോന്റെ PAനെ കോള് ചെയ്യും. സിയ എവിടെ നിന്നാണ്, ആരുടെ അടുത്ത് നിന്നാണ് ക്ലോത്ത് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത്, അയാളെ പോയി കണ്ട് സിയ വാങ്ങുന്ന അതേ മെറ്റീരിയൽ വാങ്ങി സിയയുടെ വെയർ ഹൗസിലേക്ക് കൊടുക്കണം. ഞാനാണ് ഇതിന്റെ പുറകിലുള്ളതെന്ന് ആരും അറിയാൻ പാടില്ല എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. കുറച്ചു കഴിയുമ്പോൾ സിയയും ഞാൻ പറഞ്ഞ പോലെ തന്നെ കുക്കീസ് ഒക്കെ ഉണ്ടാക്കി ടേബിൾ മേലേക്ക് വെച്ച് പെട്ടെന്ന് അവിടെ നിന്ന് പോവാനായിട്ട് ശ്രമിക്കും. ആ ടൈമിന് സിയയുടെ PA കോള് ചെയ്യും. മാഡം, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല, നനഞ്ഞുപോയ ക്ലോത്ത് എല്ലാം മിസ്റ്റർ ജിൻ റീപ്ലേസ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രോബ്ലം എല്ലാം സോൾവ് ആയി എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സിയക്ക് ഒരുപാട് ഹാപ്പി ആകും. ഇതിന്റെ പിന്നില് ഞാനാണെന്നൊന്നും സിയ ഇതുവരെയായിട്ടും അറിഞ്ഞിട്ടില്ല. സിയയുടെ ഫേസിലുള്ള സന്തോഷം കാണുമ്പോൾ തന്നെ എന്താ പ്രോബ്ലം എല്ലാം സോൾവ് ആയി എന്ന് തോന്നുന്നു. ഇനി ഇവിടെ ഇരുന്ന് എന്റെ കൂടെ ഈ കുക്കീസ് കഴിച്ചൂടെ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇറ്റ്സ് ഓക്കെ, എനിക്ക് വേണ്ട, എനിക്കിപ്പോ വിശക്കുന്നില്ല എന്ന് സിയ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പുള്ളിക്കാരിയുടെ വയറിൽ നിന്ന് സൗണ്ട് കേൾക്കാനായിട്ട് തുടങ്ങും. നീ ഇപ്പോ ഇവിടെ നിന്ന് നുണ പറഞ്ഞാലും നിന്റെ വയറുതേ അത് നുണയാണെന്ന് കാട്ടി തന്നു. ഇനി എന്തായാലും അവിടെ ഇരുന്ന് ആ കുക്കീസ് കഴിക്കാന്ന് പറയും. അങ്ങനെ പുള്ളിക്കാരിയും അവിടെ ഇരുന്ന് ഒരു കുക്കീസ് എടുത്ത് കഴിക്കും. വാവ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നീ ഇത് കഴിച്ചു നോക്കിയാന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല എന്ന് പറയുമ്പോ തന്നെ സിയ ഒരു കുക്കീസ് എടുത്ത് നീട്ടും. ഞാനാണെങ്കിലോ അത് കൈ കൊണ്ട് വാങ്ങാണ്ട് പെട്ടെന്ന് അത് കഴിക്കാനായിട്ട് പോകും. ഇത് കാണുമ്പോൾ സിയ പയ്യെ കൈ പിന്നിലേക്ക് വലിക്കും. അപ്പൊ തന്നെ
സിയാൻ അവളുടെ കയ്യിലേക്ക് കയറി പിടിച്ച് ആ കുക്കീസ് കഴിക്കും. ആ ടൈമിന് പഴയ കാര്യങ്ങളെല്ലാം എന്തോ ഓർമ്മ വരുന്നുണ്ട്. ഇവള് സ്കൂൾ കാലഘട്ടത്തിൽ ആർക്കോ ഒരു കുക്കീസ് കൊടുക്കുന്ന പോലെ, ആർക്കാണെന്ന് ഓർമ്മയൊന്നും വരുന്നില്ല. ഇവള് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണല്ലോ ഒരു ആക്സിഡന്റ് പറ്റിയതും പഴയ കാര്യങ്ങളെല്ലാം മറന്നു പോയതും. ഇപ്പോ അതൊക്കെ കുറച്ചായിട്ട് ഓർമ്മ വന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഹീറോയിനെ പിക്ക് ചെയ്യാനായിട്ട് ഹീറോ യാദൃച്ഛികമായിട്ടൊന്നും വന്നതല്ല. പുറത്ത് ഭയങ്കര മഴ പെയ്യുന്ന കാണുമ്പോ സിയ ഈ മഴയിൽ നനഞ്ഞു പോകേണ്ടി വരുമോ എന്നുള്ള ഒരു ടെൻഷല്ലേ. തന്റെ ഗേൾ ഫ്രണ്ട് നനഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ഏറ്റവും ചെറിയ കുട എടുത്തുകൊണ്ട് വരും. ആക്ച്വലി വലിയ കുട എടുക്കാത്തതിന്റെ കാരണം ചെറിയ കുടയാവുമ്പോ രണ്ടുപേരും കൂടി അടുത്തടുത്ത് വരാമല്ലോ. അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തന്നെ പുള്ളിക്കാരൻ ചെറിയ കുടയും എടുത്ത് പോയതാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഞാൻ റൂമിലേക്ക് കയറി നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. പെട്ടെന്ന് അവിടെ കരണ്ട് പോകും. ആ കരണ്ട് പോയ കൂട്ടത്തിൽ തന്നെ സിയയുടെ ഭയങ്കരമായിട്ടുള്ള ഒച്ചയും കേൾക്കും. അപ്പൊ തന്നെ ഞാൻ സിയയുടെ റൂമിലേക്ക് ഓടിച്ചെല്ലും. സിയ ആണെങ്കിലോ ഒരു മൂലക്ക് മാറി നിന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതെന്തായിരിക്കുമെന്ന് നെക്സ്റ്റ് പാർട്ടിലൂടെ നമുക്കതറിയാം. അപ്പോ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.